നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വരുമ്പോ ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ സത്യേട്ടാ? ഇന്ന് കയറാൻ പറ്റുമെന്ന് തീരെ പ്രതീക്ഷിതല്ല പ്രതിഭ. ജോലി തീർന്നപ്പോ റെയിൽവേ സ്റ്റേഷനിലേക്ക് മരണപ്പാച്ചിൽ പായായിരുന്നു. ഭാഗ്യത്തിന് ചെന്നൈ ട്രിവാൻഡ്രം മെയിൽ കിട്ടി. കമ്പാർട്ട്മെന്റില് ഞെങ്ങി ഞെരിഞ്ഞുള്ള വരവായിരുന്നു. പിന്നെ ഫോണിലെ ചാർജും തീർന്നു പോയി. കുറെ ദൂരം കഴിഞ്ഞപ്പോഴാ തിരക്കൊന്നൊഴിഞ്ഞ് ഫോൺ ചാർജ് ചെയ്യാൻ ഒരു പ്ലഗ് പോയിന്റ് കിട്ടിയത്. ആ സത്യേട്ടൻ വന്നോ? വാതിൽ ഓർക്കുന്ന സൗണ്ട് കേട്ടപ്പോ എനിക്ക് തോന്നി. സത്യേട്ടൻ വല്ലതും കഴിച്ചായിരുന്നോ? എവിടുന്ന്? ട്രെയിനിൽ നിന്ന് ഒരു കോഫി കുടിച്ചു. അല്ല, ഇവിടെ വല്ലതും കാണോ സോനെ? കാണും സത്യേട്ടാ. ഞാനും ശ്യാമേട്ടനും പുറത്തുനിന്ന് അത്താഴം കഴിച്ച്. പ്രതിഭയൊന്നും കഴിച്ചില്ലെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും ഫുഡ് ബാക്കി കാണും. നീ എന്താ കഴിക്കാതിരുന്നേ? വേണ്ടാഞ്ഞിട്ടാ. അവൾക്ക് സുഖമില്ല സത്യേട്ടാ. ഛർദിലും ക്ഷീണവും ഒക്കെ ആയിരുന്നു. നീ ഒന്നും വിളിച്ചു പറഞ്ഞില്ലേ പ്രതിഭ? ഞാനിവിടുന്ന് പോയ ദിവസം രാത്രി വിളിച്ചപ്പോ വയ്യെന്ന് പറഞ്ഞിരുന്നു. അതിതുവരെ മാറിയില്ല അല്ലേ? ഇപ്പൊ കുഴപ്പമില്ല സത്യേട്ടാ, കുറവുണ്ട്. ആ ഇന്ന് അത്താഴത്തിന് കഞ്ഞിയാ വെച്ചെന്ന് തോന്നുന്നു. സത്യേട്ടന് കഞ്ഞി മതിയോ? മതി. ഈ സമയത്ത് കഞ്ഞി കുടിക്കുന്നത് നല്ലത്. ദാ ഇവൾക്കും എടുത്തോ. രാത്രി നീ ഒന്നും കഴിച്ചില്ലല്ലോ, കുറച്ച് കഞ്ഞി കുടിക്കാം. ഞാൻ എടുത്തോളാം സോനെ. വേണ്ട വേണ്ട, നീ സത്യേട്ടന് മാറാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്ക്. അപ്പോഴേക്കും ഞാൻ കഞ്ഞി എടുത്ത് വെച്ചോടാം. വാ, ആ ബാഗ് എടുക്ക. വാ ചെല്ലേ. ഇരിക്കട്ടെ, നീ ഇരിക്കും. ആഹാ, അടിപൊളി കഞ്ഞിയും ചമ്മന്തി ആണല്ലോ സോനെ. ഈ വിശപ്പിന് ബെസ്റ്റ് ഇതാണ്. എനിക്കിത്രയും വേണ്ടായിരുന്നു. കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നീ ആവശ്യമുള്ളത് കഴിച്ചാ മതി, ബാക്കി നമുക്ക് കളയാം. നീ കുടിച്ചു നോക്ക് പ്രതിഭേ, ബാക്കി വയ്ക്കാൻ തോന്നില്ല. പോയ കാര്യങ്ങളൊക്കെ നടന്നു ഏട്ടാ? ആ, കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും ആ കേസ് ഒതുക്കി തീർക്കാൻ പറ്റി. ഞാൻ വിചാരിച്ചതേ അല്ല ഇന്നിവിടെ തിരിച്ചെത്താൻ പറ്റുമെന്ന്. അല്ല, അമ്മയും ഏടത്തിയും പ്രചരണം ശക്തമാക്കാൻ പോവാണല്ലേ? അപ്പൊ ഏടത്തി ഉറപ്പാടും ജയിക്കുന്ന ലക്ഷണമാണല്ലോ. അമ്മ ഒരുങ്ങി ഇറങ്ങിയ സ്ഥിതിക്ക് ഏട്ടത്തി ജയിക്കുന്നുള്ളത് ഉറപ്പാ. പത്രിക സമർപ്പിക്കുന്നത് 3-ാം തീയതി. പ്രതിഭ പറഞ്ഞു, എലക്ഷൻ അടുക്കുമ്പോ നമുക്കും ഏട്ടത്തിക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങണം. എന്ത് പറ്റി? വീണ്ടും ഛർദിക്കാൻ തോന്നുന്നുണ്ടോ? ഏട്ടനോട് ഇരിക്കും, ഞാൻ നോക്കിക്കോ. പ്രതിഭ മതി, ഛർദിക്കണം എന്നുള്ളത് തോന്നൽ മാത്രം. എനിക്ക് വയ്യ സോനെ, എനിക്ക് വല്ലാതെ എന്തോ.
പ്രതിഭ എന്തു പറ്റി? എന്താ മോളെ എന്തു പറ്റി?